ജോസേട്ടൻ നമ്മെ ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ 2 കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചും നമ്മളെ വ്യക്തിപരമായി അറിയുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ് ആ ദൈവവചനം വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ കാലഘട്ടം, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവവചനത്തിലൂടെ നാം കടന്നുപോയപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ, അതേപോലെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല. സ്നേഹം അനുഭവിക്കാൻ, Okay, thank you. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ പാവാവസ്ഥയാണ് എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ആ സ്നേഹനിധിയായ ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ആദ്യ മാതാപിതാക്കളെ രൂപപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട്. അവരെ സ്നേഹത്തിൽ വസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ കാണുക, ആ പർദീസായിൽ ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന, പാവാവസ്ഥയിൽ അകപ്പെട്ടു പോയ മനുഷ്യകുലത്തെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഇന്നൊന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവസ്നേഹം അനുഭവിച്ചറിയാനും അത് പങ്കുവെക്കുവാനും സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാവാവസ്ഥയാണ്. പാവത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും രൂഢമായി നിൽക്കുന്ന ഒരു പാപാവസ്ഥയുണ്ട്. പാവം ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പാവത്തിലേക്ക് വീഴാനായിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. ഓരോ മനുഷ്യന്റെ ഉള്ളിൽ നിൽക്കുന്ന ആ പാവാവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നും നമ്മൾ ഈ പാവാവസ്ഥയിലാണോ എന്നും കണ്ടെത്താനായിട്ടുള്ളൊരു ശ്രമമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നടത്തുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് ഇപ്രകാരമാണ്: അനന്തരം ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉരുവാക്കാം. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളെയും കന്നുകാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളുടെയും മേൽ അവർക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും ഭരിക്കുന്നതിന്, നയിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിനായിരുന്നു. എല്ലാറ്റിൻ്റെയും മേൽ ആദ്യ മാതാപിതാക്കൾക്ക് ആധിപത്യം ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ ആധിപത്യം നഷ്ടപ്പെട്ടു പോയത്? ഈ നമ്മുടെ ഈ ഒരു വലിയ ദൈവീക ജീവൻ നമ്മളിൽ നിന്ന് എങ്ങനെയാണ് ഇല്ലാണ്ടായത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുക. പ്രതീസയിൽ അങ്ങനെ ആയിരുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനത്തിലും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങ് മനുഷ്യന് രൂപം നൽകി, അങ്ങ് ഉരുവാക്കിയ സൃഷ്ടികളുടെ മേൽ അവൻ യജമാനനാകേണ്ടതിനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ക്രമപ്പെടുത്തേണ്ടതിനും ഹൃദയ പരമാർത്ഥതയോടെ വിധി നടത്തേണ്ടതിനും ആയിരുന്നു അത്. അപ്പോൾ മനുഷ്യന് രൂപം നൽകി, അത് എല്ലാ സൃഷ്ടികളുടെയും മേൽ അവൻ യജമാനനാകേണ്ടതിനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ക്രമപ്പെടുത്തേണ്ടതിനും ഹൃദയ പരമാർത്ഥതയോടെ വിധി നടത്തേണ്ടതിനുമായിരുന്നു. ആദിയിൽ അങ്ങനെ ആയിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ ആദ്യ മാതാപിതാക്കൾക്ക് ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എല്ലാ സൃഷ്ടികൾക്കും യജമാനനാകേണ്ട, വിശുദ്ധിയിലും നീതിയിലും ക്രമപ്പെടുത്തേണ്ട, ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ നടത്തേണ്ട ആദ്യ മാതാപിതാക്കൾ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോയത് എന്നത് വലിയൊരു ചിന്തയാണ്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: പർദീസായിൽ വെച്ച് 2 പേരുടെ വാക്കുകൾ ആദ്യ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ട്, ആദവും ഹവ്വയും. ഒന്ന് ദൈവത്തിന്റെ വാക്കാണ്, രണ്ടാമത്തത് പിശാചിന്റെ അല്ലെങ്കിൽ തിന്മയുടെ, സാത്താന്റെ വാക്കാണ് അവിടുന്ന് കേൾക്കുന്നത്. എന്താണ് ദൈവം ആദ്യ മാതാപിതാക്കളോട് പറയുകയാണ്, ഈ പർദീസായിലുള്ള ഈ തോട്ടത്തിലുള്ള എല്ലാ ഫലത്തിന്റെയും നിന്നും പറിച്ചു ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെയും ജീവന്റെയും വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. അവർ കേട്ടത് എന്താണ്? എല്ലാം കഴിക്കാം, പക്ഷേ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും ജീവന്റെ വൃക്ഷത്തിൽ നിന്നും പറിച്ചു കഴിക്കരുത്. ആദ്യ മാതാപിതാക്കൾ അത് കേട്ടു, അവർക്ക് അത് മനസ്സിലായി. അതേസമയം തന്നെ സാത്താൻ, പിശാച് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിലെ ഫലം കഴിച്ചില്ലെങ്കിലും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കണം. അത് കഴിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പം ദൈവം പറഞ്ഞ വാക്ക് കേൾക്കുന്നു, പിശാച് പറഞ്ഞ വാക്ക് അവർ കേൾക്കുകയാണ്. എന്നിട്ട് അവരാരുടെ വാക്കാണ് അനുസരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്.
ദൈവം തന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ വാക്കുകൾ, സ്നേഹനിധിയായ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ അവർ കേൾക്കുന്നു. ഒപ്പോൾ തിന്മയുടെ സാത്താൻ്റെ പിശാചിൻ്റെ വാക്കുകൾ അവർ കേൾക്കുന്നു. അതിലെന്ത് സംഭവിച്ചു? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളോട് നാം കടന്നു പോകുമ്പോൾ ആ സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. ഇപ്പൊ സാത്താൻ പറഞ്ഞതനുസരിച്ച് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് അവർ പറിച്ചു കഴിച്ചത് വഴി സാത്താന്റെ വാക്ക് കേട്ട് അവന്റെ അടിമത്തത്തിലേക്കായി എന്ന വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തി. അവന്റെ ഭരണത്തിലേക്ക് ആദ്യ മാതാപിതാക്കൾ വീണു. അവന്റെ അടിമത്തത്തിലാക്കപ്പെട്ടു, അവന്റെ ഭരണത്തിലാക്കപ്പെട്ടു. അവൻ ആദ്യ മാതാപിതാക്കളുടെ യജമാനനായി സാത്താൻ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ദൈവമായിരുന്നു അവരുടെ യജമാനൻ. ദൈവത്തിന്റെ അടിമത്തത്തിലായിരുന്നു എങ്കിൽ മറിച്ച് സാത്താന്റെ വാക്ക് കേട്ട് ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ പോലെ ആകാനുള്ള അവന്റെ ആ വലിയ ആഗ്രഹത്തെ സാത്താൻ മുതലെടുത്ത് അവന്റെ വാക്കനുസരിച്ചത് വഴി സാത്താൻ ആദ്യ മാതാപിതാക്കളുടെ യജമാനനാകുകയും അങ്ങനെ അവരുടെ വാക്ക് കേട്ട് എന്നേക്കുമായി സാത്താന്റെ അടിമത്തത്തിലേക്ക് അകപ്പെട്ടത് വഴി മനുഷ്യവംശം മുഴുവൻ എന്നേക്കുമായി സാത്താന്റെ അടിമത്തത്തിൽ സാത്താൻ അവന്റെ യജമാനനായി മാറ്റപ്പെട്ടു എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സാത്താൻ അവരുടെ യജമാനനായി മാറ്റപ്പെട്ടപ്പോൾ, സാത്താന്റെ അടിമത്തത്തിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം വായിച്ചു കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, സാത്താന്റെ ദൈവത്തിന്റെ ഭരണത്തിൽ നിന്ന്, ദൈവത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സാത്താന്റെ ഭരണത്തിലേക്ക്, സാത്താന്റെ അടിമത്തത്തിലേക്ക് അവർ സ്വയം മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവം തങ്ങളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തോടുള്ള ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ദൈവം ശത്രുവാക്കപ്പെട്ടു. ദൈവത്തിന്റെ പക്കൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. തന്നോട് തന്നെയുള്ള ബന്ധം തൻ്റെ ഉള്ളിൽ ഭയമായി, തൻ്റെ ഉള്ളിൽ കുറ്റബോധമായി. ആ തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെട്ട ആദ്യ മാതാപിതാക്കൾ താൻ നഗ്നനാണെന്ന് അറിഞ്ഞ് അവർ ഓടി ഒളിക്കുകയാണ്. നഗ്നത എന്നത് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത് പാവാവസ്ഥയിലേക്ക് അകപ്പെട്ടു പോയി എന്ന്, സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയി എന്ന്, അല്ലെങ്കിൽ സാത്താൻ തങ്ങളുടെ യജമാനനായെന്നുള്ള തിരിച്ചറിവ് അവരെ തങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിയാൻ, തങ്ങൾ പാവാവസ്ഥയിലായിപ്പോയി എന്ന തിരിച്ചറിവ് ഓടി ഒളിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. അവർ മരത്തിന് പിന്നിൽ ഓടി ഒളിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്, പ്രപഞ്ചത്തോടുള്ള ബന്ധം. തങ്ങൾ പർദീസയിൽ അകപ്പെട്ട, തങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുഴുവൻ ശത്രുതയിൽ അകപ്പെടുകയാണ്. അതെല്ലാം അവർക്കെതിരെ തിരിയുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തോടുള്ള ബന്ധം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നാലാമതായി, മനുഷ്യരോടുള്ള, ആദവും ഹവ്വയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. എല്ലാ മനുഷ്യരോടുമുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അപ്പം സാത്താന്റെ ഭരണത്തിന് കീഴിലാക്കപ്പെട്ട, സാത്താന്റെ അടിമയാക്കപ്പെട്ട, സ്വയം സാത്താൻ അടിമത്തം നൽകപ്പെട്ട ആദ്യ മാതാപിതാക്കൾ ഈ 4 തരത്തിലുള്ള ബന്ധവും നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നതിനും പങ്കുവെക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന ഒന്ന് ദൈവത്തോടുള്ള ബന്ധം. സ്നേഹനിധിയായ പിതാവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെട്ടു. തനിക്ക് തന്നോട് ആകുലതയും ഉത്കണ്ഠയും നിരാശയും ഭയവും ഒക്കെയായി പ്രപഞ്ചത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പ്രപഞ്ചം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവാക്കപ്പെടുകയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളോടുമുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എല്ലാ മനുഷ്യരോടുമുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതിനാൽ തന്നെ നമുക്ക് നമ്മെയോ ദൈവത്തെയോ മറ്റുള്ളവരെയോ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ സാത്താന്റെ ഭരണത്തിന് കീഴിലേക്ക് അകപ്പെട്ടു പോയ ആദ്യ മാതാപിതാക്കളുടെ പിൻമുലക്കാരായ കായൻ, ആദ്യ മാതാപിതാക്കളുടെ മക്കളായ കായേനും ആബേലിനും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കായൻ ആബേലിനെ കൊല്ലുന്നുണ്ട്. കാരണം എന്താ? കായന്റെ ഉള്ളിൽ ഈ ഒരു പാവാവസ്ഥ, കൊലപാതകം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ദേഷ്യമുള്ള, സഹോദരനെതിരെ കോപിക്കാനുള്ള, വിദ്വേഷമുള്ള, വൈരാഗ്യമുള്ള ആ ഒരു സാധ്യത കായന്റെ ഉള്ളിലുണ്ടായി. അത് വളർന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നായിരിക്കില്ല, പക്ഷെ സാവധാനം വളർന്ന് ആ ദൈവത്തിന് സമർപ്പിച്ച സമർപ്പണം ദൈവം ആബേലിന്റെ സ്വീകരിക്കുകയും കായന്റെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു എന്നത് കായനെ അങ്ങേയറ്റം കോപാകുലനാക്കുകയും
വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും അവനിൽ ഉണ്ടാവുകയും അവൻ അങ്ങനെ കൊലപാതകത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു സാധ്യത നമ്മുടെ എല്ലാം ഉള്ളിൽ, ഈ കായേന്റെ ഒരു സാധ്യത, അതാണ് പാവാവസ്ഥ എന്ന് പറയുന്നത്. കായൻ ചെയ്ത കൊലപാതകമല്ല പാപം, അത് പാപമാണ്. പാവാവസ്ഥ എന്താണ്? കൊലപാതകം ചെയ്യാനുള്ള ഒരു ഉള്ളിലുള്ള ഒരു പ്രേരണ, ഒരു താല്പര്യം, സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ അതിലേക്ക് അവൻ നയിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ദേഷ്യവും കോപവും വാശിയും വൈരാഗ്യവും ഒക്കെ വളർന്ന് അവൻ ഈ ഒരു പാവാവസ്ഥയിലേക്ക്, പാപത്തിലേക്ക് എത്തപ്പെടുകയാണ്. അത് ചെയ്യാനുള്ള വലിയൊരു പാവാവസ്ഥ അവൻ്റെ ഉള്ളിൽ രൂഢമൂലമായിരുന്നു എന്ന് തിരിച്ചറിയുക. അതാണ് പാവാവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ദേഷ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്, കോപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അനുസരണക്കേട് കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോടൊപ്പമുള്ള ജീവിതത്തിൽ നമ്മളെക്കാൾ അവർ വലുതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ അവർ സ്വീകാര്യയാക്ക മാറ്റപ്പെടുമ്പോൾ അവർക്കെതിരെ തിരിയാനുള്ള വലിയൊരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. ആ സാഹചര്യം അനുകൂലമാകുമ്പോൾ മാത്രമാണ് അത് പ്രവർത്തനക്ഷമമാകുക. അപ്പം നമ്മുടെ എല്ലാം ഉള്ളിൽ ആ ഒരു സാധ്യതയുണ്ട്. അബ്രാഹത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ സാറയുടെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വാക്ക് ധിക്കരിക്കുന്ന അബ്രാഹത്തെ നമ്മൾ കാണുന്നുണ്ട്, അവിശ്വസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സാറായെ നമ്മൾ അപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, ഹഗാറിനെ നമ്മൾ കാണുന്നുണ്ട്, മോശയെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുപോലെ ദാവീദ് രാജാവിനെ 2 സാമുവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം നമ്മൾ പരിശോധിച്ചു പോകുമ്പോൾ ദാവീദ് യുദ്ധത്തിൽ ഏർപ്പെടേണ്ട ദാവീദ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ ദൂരെ ഒരു കുളിക്കടവിൽ കുളിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. ആ സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ദാവീദിന്റെ ഉള്ളിൽ ആ ജഡിക താല്പര്യം, ആ ലൈംഗികതയോടുള്ള താല്പര്യം ഉണരുകയും അങ്ങനെ അവളെ സ്വന്തമാക്കുകയും അതിന്റെ ഫലമായി അവളുടെ ഭർത്താവിനെ കൊല്ലുകയും ചെയ്യുന്ന ദാവീദിന്റെ ചിത്രം ഈ പാവാവസ്ഥയ്ക്ക് ഏറ്റവും മനോഹരമായ ചിത്രം നമ്മുടെ മുമ്പിൽ എടുത്തുയർത്തുന്നുണ്ട്. ആ സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ദാവീദ് പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ ആ ഒരു വികാരം ഉണരുകയും അവൻ്റെ ചിന്തകൾ ഉയരുകയും ആ പാപത്തിലേക്ക് അവൻ നയിക്കപ്പെടുകയും ചെയ്യുന്ന, അതിനെയാണ് പാവാവസ്ഥ എന്ന് പറയുന്നത്. സോളമൻ രാജാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ സോളമനും ഈ പാവാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നതിനെ നമ്മൾ കാണുന്നുണ്ട്. വിദേശ വനിതകളെ പ്രേമിക്കരുത്, വിവാഹം കഴിക്കരുതെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനകളെ മറന്ന് സാവധാനം അവരെ പ്രേമിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും അതുവഴി അന്യദേവന്മാരെ ആരാധിക്കുന്നതിലേക്ക് പോവുകയും ചെയ്യുന്ന സോളമന്റെ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പാവാവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള. സാംസനെ കുറിച്ചുള്ള ചിന്തയും നമ്മളെ പഴയ നിയമം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ചിത്രമാണ് നമ്മുടെ ഉള്ളിൽ പാവാവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 51:5 അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക, ദാവീദ് രാജാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഇതാ അപരാധത്തിലാണ് ഞാൻ ഉരുവാക്കപ്പെട്ടത്, പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. നമ്മുടെയൊക്കെ രൂപപ്പെട്ടത് അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടു വന്നപ്പോൾ ഈ പാവാവസ്ഥ നമ്മളിലുണ്ട്. ഈ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയ ഭരണം നടത്തുന്ന ആ വലിയ പ്രവണത നമ്മളിലുണ്ട്. സാഹചര്യം അനുകൂലമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ പാവത്തിലേക്ക് വീഴും. നമുക്കറിയാം, നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ ആരും പലഹാരം മോഷ്ടിച്ചിട്ടില്ല. പാവാവസ്ഥ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അനുസരണമുള്ള അടിമകളെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ അടിമകളാണ് എന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്കുള്ള പാപത്തിന്റെ അല്ലെങ്കിൽ നീതിയിലേക്കുള്ള അനുസരണത്തിന്റെ അടിമകളാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ആദ്യ മാതാപിതാക്കൾ അനുസരണമുള്ള അടിമകളെ പോലെ അവർ തങ്ങളെ തന്നെ സാത്താന് സമർപ്പിച്ചത് വഴി, പിശാചിന്റെ വാക്ക് കേട്ട് അനുസരിച്ചത് വഴി, ആ സാത്താന് ഭരണം നടത്താനായി തങ്ങളെ തന്നെ സമർപ്പിച്ചത് വഴി അവന്റെ അടിമയാക്കപ്പെട്ടു. അങ്ങനെ നിത്യമായ മരണത്തിലേക്ക് പാപത്തിന്റെ അടിമയായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയിലേക്കുള്ള അനുസരണത്തിന്റെ, ദൈവത്തിന്റെ അടിമകളായി ജീവിക്കേണ്ട മനുഷ്യർ, ആദ്യ മാതാപിതാക്കൾ സാത്താന്റെ വാക്ക് കേട്ട് അനുസരിച്ചത് വഴി അവരുടെ അടിമയാക്കപ്പെട്ടു. അവർ ഭരണം നടത്താനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. ആ അടിമത്വം, ആ ഭരണം നമ്മളുടെ ഉള്ളിലും വേരുവാകിയിട്ടുണ്ട് എന്ന്
നമ്മുടെ ഉള്ളിലും അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ അത് ചെയ്തു പോകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പിന്നെ ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:34 ഈശോ പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പം സാത്താന്റെ വാക്ക് കേട്ട് അതനുസരിച്ച് ജോഷിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ, സൂചിപ്പിച്ചതുപോലെ, പാവം നിന്റെ പടിവാതുക്കലുണ്ട്, അതിൽ വീഴാതിരിക്കാൻ നീ ശ്രദ്ധയുള്ളവനായിരിക്കണം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഈ പാപം ചെയ്യാനുള്ള എല്ലാ ടെൻഡൻസിയും, എല്ലാ സാധ്യതയും, എല്ലാ പ്രവണതയും നമ്മുടെ ഉള്ളിലുണ്ട്. ആ സാഹചര്യം അനുകൂലമായി വരുമ്പോൾ നമ്മൾ പാപം ചെയ്തു പോകുന്നുവെന്നാണ്. ഈശോ പറഞ്ഞത്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പോൾ ആദ്യ മാതാപിതാക്കൾ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയി. അതുവഴി അവന്റെ ഭരണത്തിനായി തങ്ങളെ തന്നെ ഭരമേൽപ്പിച്ചു. അങ്ങനെ സാത്താന്റെ ഭരണത്തിന് കീഴിലായി, അവന്റെ ആധിപത്യത്തിലായി, അവന്റെ അടിമത്തത്തിലായത് വഴി പിതാവായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നതിന്, ആ സ്നേഹത്തിൽ ജീവിക്കുന്നതിന്, തന്നെ തന്നെ സ്നേഹിക്കുന്നതിന്, മറ്റെല്ലാവരെയും എല്ലാറ്റിനെയും ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ പാവാവസ്ഥയിൽ അടിമപ്പെട്ടു പോയത് കൊണ്ടാണ്, അകപ്പെട്ടു പോയത് കൊണ്ടാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം പാപം അടിമത്തമാണ്. അപ്പം ആദ്യ മാതാപിതാക്കൾ സാത്താന്റെ ഭരണത്തിന് കീഴിൽ, അവന്റെ അടിമത്തത്തിൽ, അവന്റെ ആധിപത്യത്തിൽ അകപ്പെട്ടതിൻ്റെ തുടർച്ച, പിന്തുടർച്ചക്കാരെന്ന നിലയിൽ നമ്മുടെ എല്ലാ മനുഷ്യകുലത്തിലും, മനുഷ്യവംശത്തിലും, ഓരോ വ്യക്തിയിലും ഇത് രൂഢമൂലമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടിമത്തമാണ്. രണ്ടു തരത്തിലുള്ള അടിമത്തത്തെക്കുറിച്ച്, രണ്ടു തരത്തിലുള്ള ഭരണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലായിരിക്കുക, ദൈവത്തിന്റെ അടിമത്തത്തിലായിരിക്കുക എന്നുള്ളത് അത് സ്വാതന്ത്ര്യമുള്ളതാണ്. ദൈവത്തിന്റെ അടിമത്തത്തിൽ, ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ, അവന്റെ ആധിപത്യത്തിന് കീഴിൽ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിന്റെ പക്കൽ, ദൈവത്തോടൊപ്പം ആകുമ്പോൾ മക്കൾ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ അവന്റെ ദൈവീക ജീവൻ, എല്ലാ കഴിവുകളും, എല്ലാ സാധ്യതകളും, എല്ലാ നന്മകളും വളർത്തി ദൈവീക ജീവന്റെ സമൃദ്ധിയിൽ ജീവിച്ചുകൊണ്ട് നിത്യമായ സ്വർഗത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് അവൻ എത്തപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ അടിമത്തത്തിലായിരുന്ന ആ ആദ്യ മാതാപിതാക്കൾ അവർക്ക് നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് സാത്താന്റെ അടിമത്തത്തിലേക്ക്, അവന്റെ ഭരണത്തിന് കീഴിലേക്ക്, അവന്റെ ആധിപത്യത്തിലേക്ക് സ്വമനസാലെ അവർ പോയത് വഴി അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അവർ സ്വാതന്ത്ര്യമില്ലാത്തവരായി. പിന്നെ അവരുടെ മേലുള്ള മുഴുവൻ കൺട്രോളും സാത്താനാണ്. അതുവഴി എന്ത് ചെയ്തു? എല്ലാ ദൈവീക ജീവനും നശിപ്പിക്കപ്പെട്ടു. സ്നേഹിക്കാനായിട്ടുള്ള, കാരുണ്യം കാണിക്കാനായിട്ടുള്ള, എല്ലാവരിലും നന്മ കാണാനായിട്ടുള്ള, എല്ലാറ്റിനെയും പടുത്തുയർത്താനായിട്ടുള്ള, എല്ലാറ്റിനെയും നന്മയിൽ വളർത്താനായിട്ടുള്ള എല്ലാ ദൈവീക ജീവനും നഷ്ടപ്പെട്ട് അങ്ങനെ നിത്യമായ മരണത്തിലേക്ക്, നരകത്തിലേക്ക് അവൻ പോയി എന്നുള്ളത്. അപ്പൊ ഏതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അടിമപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുന്നത്, കണ്ടെത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തകർന്നുപോയ മനുഷ്യവംശത്തെക്കുറിച്ച്, പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ട് വീഴ്ത്താനാകാത്ത വലിയ കടത്തിൽ നിബന്ധിച്ച പാപത്തിന്റെ അടിമത്തത്തിലായ മനുഷ്യ കുലത്തെക്കുറിച്ചാണ്, മനുഷ്യവംശത്തെക്കുറിച്ചാണ്, നാം ഓരോരുത്തരെയും കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ സൂചിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സക്കേവൂസ് സമ്പത്ത് എങ്ങനെയും സ്വരുക്കൂട്ടാനായിട്ടുള്ള വലിയൊരു ടെൻഡൻസി അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സാഹചര്യം അനുകൂലമായപ്പോൾ അവൻ എല്ലാ തരത്തിലും, അവരോട് പറയുന്നത്, ഞാൻ ഓരോരുത്തർ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അന്യായമായി സ്വരുക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി കൊടുക്കുന്നു എന്നൊക്കെ അവിടുന്ന് സൂചിപ്പിക്കുമ്പോൾ, അവൻ ആ ടെൻഡൻസിയിൽ, അവൻ സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ആൾക്കാരിൽ നിന്ന് പിടിച്ചെടുത്തു, അവൻ സ്വരുക്കൂട്ടി എന്നുള്ളതാണ്. ഈ ഒരു പ്രവണത നമ്മളിലുമുണ്ട്. സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള പ്രവണത നമ്മളിലും ഉണ്ടാവും. സാഹചര്യം അനുകൂലമായി വരുമ്പോൾ, ചുറ്റുപാടുകൾ അനുകൂലമാകുമ്പോൾ നമ്മളും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പാപിനിയായ സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു സ്ത്രീ തന്നെ പാപിനിയാവില്ലല്ലോ. ആ സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ആ പാവാവസ്ഥയിലേക്ക് വീണുപോയി എന്ന് സൂചിപ്പിക്കുകയാണ്. അവൻ അവിടെ നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ, സാഹചര്യം അനുകൂലമായി വരുമ്പോൾ
ആ സാഹചര്യത്തിന്റെ സാധ്യതകൾക്കനുസരിച്ച് നമ്മൾ ആ പാപാവസ്ഥയിലേക്ക് വീണു പോവുകയാണെന്നുള്ളത്. ചുങ്കക്കാരൻ, പരിസേയർ, നിയമജ്ഞർ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അയക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്. ധൂർത്തപുത്രൻ, അവന്റെ വലിയ മനോഹരമായി ഈ പാവാവസ്ഥയെ കുറിച്ച് പുതിയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തന്റെ സ്വത്തെല്ലാം അവൻ പിതാവിനോട് ചോദിക്കുന്നു, അതെല്ലാം മേടിക്കുന്നു, അവൻ കൊണ്ടുപോകുന്നു, എല്ലാം ധൂർത്തടിക്കുന്നു, അവന് തോന്നുന്നത് പോലെ അവൻ ജീവിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യം അനുകൂലമായി വരുമ്പോൾ എല്ലാ തെറ്റുകളും ചെയ്യാനുള്ള, എല്ലാ പാപത്തിലേക്കും വീഴാനുള്ള വലിയ സാധ്യത മനുഷ്യരിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ശിഷ്യന്മാര് ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ചു കൊള്ളുക. ആ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അവരറിയാം. അപ്പം പുതിയ നിയമം മുഴുവൻ ഈ പാവാവസ്ഥയെ എടുത്ത് മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പാവാവസ്ഥയിൽ അകപ്പെട്ടു പോയപ്പോൾ, സാത്താന്റെ ഭരണത്തിന് കീഴിൽ, അവന്റെ ആധിപത്യത്തിൽ, അവന്റെ അടിമത്തത്തിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ എന്ത് സംഭവിച്ചു? സ്നേഹം നഷ്ടമായി, ഭയം വളർന്നു. ആരോടൊക്കെ ഉള്ള സ്നേഹം? ദൈവത്തോടുള്ള സ്നേഹം, പിതാവായ ദൈവത്തോടുള്ള സ്നേഹം, തന്നോടുള്ള സ്നേഹം, പ്രപഞ്ചത്തോടുള്ള സ്നേഹം, ഓരോ മനുഷ്യരോടുമുള്ള സ്നേഹം നഷ്ടമായി. എല്ലാവരോടും ഭയമായി. ആരോട്? ദൈവത്തോടുള്ള ഭയം വളർന്നു, തന്നെ ഭയമായി, മറ്റ് പ്രപഞ്ചത്തെ മുഴുവൻ ഭയമായി, മറ്റു മനുഷ്യരെ മുഴുവൻ ഭയമായി എന്നുള്ളതാണ്. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ 4 ബന്ധങ്ങൾ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. തന്നോടുള്ള ബന്ധം, പ്രപഞ്ചത്തോടുള്ള ബന്ധം, മറ്റു മനുഷ്യരോടുള്ള ബന്ധം, ഈ ബന്ധങ്ങളെല്ലാം അകന്നു പോവുകയാണ്. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. അനുസരണം ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നീ എനിക്ക് കൂട്ടിന് സ്ത്രീ അല്ലേ എന്ന് ഹവ്വയോട് ചോദിക്കുന്നു, ദൈവത്തോട് ചോദിക്കുന്നു. കായൻ ആബേലിനെതിരെ ഉള്ളവൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാനെന്ന് ചോദിക്കുന്നു. വിശുദ്ധ ഓരോന്നും എടുത്തു നോക്കുക. എങ്ങനെ ചോദ്യം അനുസരണം ചോദ്യം ചെയ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഈ ഒരു പാവാവസ്ഥ നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളിൽ ഈ പാവാവസ്ഥ രൂഢമൂലമായിരിക്കുന്നത് വഴി ദൈവിക ജീവനങ്ങളും എല്ലാ അധികാരവും സ്വാതന്ത്ര്യവും സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു. എല്ലാ അധികാരവും, ഈ പ്രപഞ്ചത്തിന്റെ മേൽ എല്ലാ അധികാരവും നമുക്കുണ്ടായിരുന്നു, അത് മുഴുവൻ നഷ്ടപ്പെട്ടു. മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ മഴ പെയ്യരുതെന്നാണ്. അല്ല, ഒരു പട്ടി നമ്മളെ ഓടിച്ച് കടിക്കാനായിട്ട് വരുമ്പോൾ പട്ടിയോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ ആ പട്ടി തിരിച്ചു പോകണമെന്നാണ്. പക്ഷേ പട്ടി തിരിച്ചു പോയില്ല, നമ്മളെ തിരിച്ചു പോകുള്ളൂ. നമുക്ക് അതിൻ്റെ മേലുള്ള അധികാരം നഷ്ടപ്പെട്ട് എന്തുകൊണ്ടാണ്? ഈ പാവാവസ്ഥയിലേക്ക് അകപ്പെട്ടപ്പോൾ, സാത്താന്റെ ഭരണത്തിന് കീഴിലായപ്പോൾ, സാത്താൻ എന്ന് പറയുന്നത് ശത്രുതയാണ്. അവൻ എല്ലാവരുമായിട്ട് ശത്രുതയിൽ ഉണ്ടാക്കുന്നവനാണ്. അപ്പോൾ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടപ്പോൾ എല്ലാ ചരാചരങ്ങളുമായി, എല്ലാ മനുഷ്യരുമായി, പ്രപഞ്ചവുമായി, ദൈവവുമായി എല്ലാം ശത്രുതയിലായി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ആ അധികാരം മുഴുവൻ നഷ്ടപ്പെട്ടു, ദൈവീക ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടു, സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മളിലുള്ള ഈ ദൈവീക ജീവൻ, അധികാരവും നഷ്ടപ്പെട്ടത് ഈ പാവാവസ്ഥയിലേക്ക് അകപ്പെട്ടു പോയപ്പോഴാണ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനോഹരമായ ദൈവവചനം, വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. നിങ്ങളുടെ അടുത്ത കയ്യിൽ ദൈവവചനം ഉണ്ടെങ്കിൽ അത് എടുത്തു നോക്കാം. ഏതിനാലാണ് ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നത്? അതിൻ്റെ അടിമയാണ് അവൻ. എന്താണ് നമ്മളിൽ പാപാവസ്ഥയുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവവചന ഭാഗം കൂടിയാണ്. എന്താണോ എന്നെ തോൽപ്പിക്കുന്നത്, ഞാൻ അതിൻ്റെ അടിമയാണ്. ചില ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു തലമുടി കണ്ടു. ചിലരെ സംബന്ധിച്ച് ആ മുടി കുഴപ്പമില്ല, ആ മുടി എടുത്തു കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും, ഒരു കുഴപ്പമില്ല. ചിലരെ സംബന്ധിച്ച് അത് കുറച്ച് പ്രയാസമുള്ളതാണ്. ഉടനെ അത് വിളമ്പി തന്ന ജീവിത പങ്കാളിയോടോ അമ്മയോടോ ഹോട്ടലിലാണോ എവിടെയാണെന്ന് ചോദിക്കും, ഇതാ ഒരു മുടി കണ്ടില്ലേ എന്ന് ചോദിക്കും. ചിലത് മാത്രമല്ല, ചിലർ അത് വേണ്ട, വേറെ ഭക്ഷണം വേണമെന്ന് പറയും. ചിലര് അത് എത്രമാത്രം തോൽപ്പിക്കുന്നു എന്നതിൻ്റെ ആശ്രയിച്ച് ചിലർ ആ പ്ലേറ്റും ഭക്ഷണമൊക്കെ എടുത്ത് ദൂരം കളയും. അപ്പം മുടി എന്ന് പറയുന്ന ഒരു വസ്തു തോൽപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ദേഷ്യവും അരിശവും കോപവും വാശിയും ഒക്കെ അതിൻ്റെ ആഴത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മളെ ചീത്തവാക്ക്, ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു 2-3 ആഴ്ച മുമ്പാണ് തോന്നുന്നു, വീട്ടിൽ ഏതാണ്ടൊക്കെ ഞാനും ഭാര്യയും തമ്മിൽ പറഞ്ഞ് പിള്ളേർ ഏതാണ്ടൊക്കെ പറഞ്ഞിങ്ങനെ ഒരു കലവിലയായി വന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അറിയാതെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ എന്തോ ഒരു വാക്ക് പറഞ്ഞു. ഉടനെ പിള്ളേർ ചോദിച്ചു, ധ്യാനിപ്പിക്കാൻ പോകുന്ന പപ്പയാണ് ഇത് പറയണേ. നമ്മുടെ ഉള്ളിൽ ഈ ഒരു വാക്കുണ്ട്. സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ, പിന്നീട് ഞാൻ ഓർക്കുന്നത്, സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ ആ ചീത്തവാക്ക് എൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നു.
അപ്പോൾ നുണ പറയാനായിട്ടുള്ള അവസരം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ നാം അറിയാതെ നുണ പറയുകയാണ്. അല്ല, നുണ പറയണമെന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ടല്ലല്ലോ, അത് സാഹചര്യമായി. മോഷ്ടിക്കണമെന്ന് സാഹചര്യം അനുകൂലമായി വരുമ്പോൾ നമ്മൾ അറിയാതെ, വലിയ മോഷണത്തെക്കുറിച്ചൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ ഈ പാവാവസ്ഥ നമ്മളിലുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. അപ്പം ഈ ഒരു എന്നെ തോൽപ്പിക്കുന്നത് എന്താണ്? ദേഷ്യവും കോപവും വൈരാഗ്യവും, അച്ഛൻ നമ്മെ സൂചിപ്പിച്ച പോലെ വിദ്വേഷവും വെറുപ്പും ഒക്കെ നമ്മെ തോൽപ്പിക്കുമ്പോൾ, നമ്മൾ അതിൻ്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ, നമ്മൾ അറിയാതെ പാവാവസ്ഥ നമ്മളെ പാപം എന്ന പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ചിലരെ സംബന്ധിച്ച് തലയണയില്ലാതെ കിടന്നുറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഒരു ദിവസം തലവണ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉറക്കം ശരിയാവില്ല. അതിൻ്റെ കാരണം തലയണ എന്ന വസ്തു എന്നെ തോൽപ്പിക്കുന്നു എന്നതാണ്. ചിലരെ സംബന്ധിച്ച് ഫാൻ ഇല്ലാതെ കിടക്കാൻ കഴിയില്ല. ചിലരെ സംബന്ധിച്ച് ചൂടുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ധാരാളം ഓരോന്നും നമ്മളെ അടിമപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം, ഞാൻ വിചാരിക്കുന്നുണ്ട്, കുറച്ച് ഒരു 3-4 വർഷം മുമ്പാന്ന് തോന്നുന്നു, ബാത്റൂമിൽ ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്വർണ്ണമോതിരം ക്ലോസറ്റിൽ പോയി. നമ്മുടെ കയ്യിലുള്ള സ്വർണം ക്ലോസറ്റിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ടെന്ന് വെക്കുമോ? ഇല്ല, ഞാനത് കൈയിട്ട് എടുത്തു. ആ സ്വർണം അത്രമാത്രം എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് ഞാൻ അത് കൈയിട്ടെടുത്തു. അതേ സമയത്ത് ഞാൻ ക്ലോസറ്റിൽ പോയപ്പോൾ ഒരു മുട്ടായി ആണ് പോയതെങ്കിലോ, ചിലപ്പോൾ ചെറിയ പിള്ളേരാണെങ്കിൽ, കൊച്ചാണെങ്കിൽ ആ മുട്ടായി ഉടനെ എടുക്കും. കാരണം എന്താ? അതതിനെ തോൽപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ മുട്ടായി തോൽപ്പിക്കുന്നില്ല, സ്വർണം നമ്മളെ തോൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ പോയാൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു അതിനകത്ത് പോയാൽ നമ്മളത് എടുക്കും. കാരണം അത് നമ്മളെ തോൽപ്പിക്കുന്നു. അപ്പം എന്താണ് നമ്മളെ തോൽപ്പിക്കുന്നത്? നാം അതിൻ്റെ അടിമത്തത്തിലാണ്. വസ്ത്രങ്ങളാണോ എന്നെ തോൽപ്പിക്കുന്നത്? സ്വർണ്ണാഭരണങ്ങളാണോ എന്നെ തോൽപ്പിക്കുന്നത്? വ്യക്തികളാണോ എന്നെ തോൽപ്പിക്കുന്നത്? എൻ്റെ സമ്പത്താണോ എന്നെ തോൽപ്പിക്കുന്നത്? എൻ്റെ ദുരഭിമാനമാണോ എന്നെ തോൽപ്പിക്കുന്നത്? ഇങ്ങനെ വലിയൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ 2 ചോദ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഞാൻ പാവം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയായിരിക്കുന്നത്? അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? 2 സ്റ്റേറ്റ്മെൻ്റാണ്, 2 ചോദ്യമാണ് നമ്മളെ സംബന്ധിച്ച്. ഒന്ന്, ഞാൻ പാവം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപി ആയിരിക്കുന്നത്? ഉദാഹരണം, ഞാൻ നുണ പറയുന്നു, അതുകൊണ്ട് ഞാൻ നുണയനായി. ഞാൻ ചീത്തവാക്ക് പറയുന്നു, അതുകൊണ്ട് ഞാൻ ചീത്തവാക്ക് പറയുന്ന ആളായി മാറി. ഞാൻ ലൈംഗികമായ അല്ലെങ്കിൽ ജഡികമായ പാപത്തിലേക്ക് വീണു പോകുന്നു, അതുകൊണ്ട് ഞാൻ വ്യഭിചാരിയായി. അല്ലെങ്കിൽ ഞാൻ ആസക്തികൾക്ക് അടിമപ്പെട്ടു പോകുന്നു, അതുകൊണ്ട് ഞാൻ ആസക്തിയുള്ള മനുഷ്യനായി മാറുന്നു. ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ എന്നെ പാപിയാക്കുന്നത്? അതോ ഞാൻ അടിസ്ഥാനപരമായി പാപി ആയതുകൊണ്ട് സാഹചര്യം അനുകൂലമാകുമ്പോൾ ഞാൻ ഞാൻ നുണയനാണ്? അടിസ്ഥാനപരമായി അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ഞാൻ നുണയനാണ്. സാഹചര്യം വളർന്നു വലുതാകുമ്പോൾ സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഞാൻ നുണ പറയാൻ തുടങ്ങി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായി വളർന്നപ്പോഴേ ഞാനൊരു മോഷ്ടാവാണ്. സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഞാൻ മോഷ്ടാവായി മാറി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായി വന്നപ്പോൾ തന്നെ ഞാൻ ജഡിക ആസക്തിയുള്ള മനുഷ്യനാണ്. സാഹചര്യം അനുകൂലമായപ്പോൾ ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുക. ഒരു മാവാവുന്നത്, തെങ്ങാവുന്നത്, പ്ലാവാവുന്നത് അതിൽ മാങ്ങ കായ്ക്കുന്നത് കൊണ്ടും തേങ്ങ കായ്ക്കുന്നത് കൊണ്ടും ചക്ക കായ്ക്കുന്നത് കൊണ്ടും ആണോ? അല്ല. മറിച്ച് മാവായതുകൊണ്ട് അതിൽ മാങ്ങ കായ്ക്കുകയോ കായ്ക്കാതിരിക്കുകയോ ചെയ്യാം. പ്ലാവായതുകൊണ്ട് ചക്ക കായ്ക്കുകയോ കായ്ക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അടിസ്ഥാനപരമായി അത് മാവാണ്, പ്ലാവാണ്, തെങ്ങാണെന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ അടിസ്ഥാനപരമായി ഈ പാവാവസ്ഥയിലായതുകൊണ്ട്, പാപി ആയതുകൊണ്ട് നമ്മൾ അറിയാതെ പാപം ചെയ്തു പോകുന്നു എന്ന തിരുവചനം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വലിയ സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 59:2 സൂചിപ്പിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചത്. അവിടുന്ന് കേൾക്കാതിരിക്കത്തക്ക വിധം നിങ്ങളുടെ പാവങ്ങൾ തിരുമുഖത്തെ നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു വലിയ പാവാവസ്ഥയിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ വലിയ കോൺക്രീറ്റ് പോലെ, വലിയ കാർമേഘം പോലെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവത്തെ കാണാൻ, അനുഭവിക്കാൻ, മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അകന്നു പോവുകയാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 7:14-15 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ പാപത്തിൻ കീഴിൽ വിൽക്കപ്പെട്ട ജഡുകനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ
പാപത്തിന് കീഴിൽ വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ പൗലോസ്ലീഹയെ കുറിച്ച് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ഇപ്പം ചിലപ്പോൾ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിചാരിക്കും, ദൈവമേ സമയം എത്രയോ കഴിഞ്ഞു പോയി, നേരത്തെ തീരുന്നതായിരുന്നു, ഇനി എന്ത് ചെയ്യും, നിർത്താറായില്ലേ. അല്ലേ? ഞാൻ ചെയ്യുന്നത് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, തോന്നലുകൾ, അത് പ്രവൃത്തിയിലേക്കൊക്കെ സാവധാനം വരുന്നതാണ്. എന്നാൽ പൗലോസ്ലീഹ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, പ്രവർത്തിക്കുന്നത് വെറുക്കുന്നതാണ്. എനിക്ക് നന്മ ചെയ്യണമെന്ന്, എല്ലാവരെയും സ്നേഹിക്കണമെന്നല്ലേ. നമുക്ക് എല്ലാവരെയും ഇന്ന് രാവിലെ ഒരാളോട് 4 പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും പോകാറില്ല. കുറച്ചും കൂടെ സ്നേഹിക്കണം, കുറച്ചും കൂടെ ബഹുമാനത്തോടെ പെരുമാറണം, കുറച്ച് ആദരവോടെ കാണണം, ഒന്ന് പുഞ്ചിരിക്കണം എന്നൊക്കെ വിചാരിച്ച, പക്ഷെ പോകുന്ന വഴിയിൽ ഇതെല്ലാം ഇല്ലാണ്ടാകുമെന്നാണ് അവിടെ നമ്മെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ നിത്യമായ സത്യവും യാഥാർത്ഥ്യവും നമ്മളൊക്കെ പാവാവസ്ഥയിലാണ് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഈ സാധ്യതയുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത് പോലെ തന്നെ ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനേക്കാളും മോശമായ പ്രവൃത്തി ചെയ്യാൻ, മോശമായി ജീവിക്കാൻ നമുക്ക് കഴിയും. സാഹചര്യം, അതിനുള്ള ചുറ്റുപാടുകൾ അനുകൂലമായി വന്നാൽ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും മോശക്കാരനെന്ന് കരുതുന്ന കൊലപാതകിയോ വ്യഭിചാരിയോ നുണയനോ മോഷ്ടാവിനേക്കാൾ മോശമായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകും. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ എന്നുള്ള സ്നേഹനിധിയായ പിതാവായ ദൈവം അവിടുത്തെ കാരുണ്യത്താൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമല്ലാതെ അവിടുന്ന് നിർത്തിയത് കൊണ്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നു, തെറ്റ് ചെയ്യാതെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ നല്ലവരാണ് എന്ന് കരുതരുത് എന്ന വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം പാവാവസ്ഥയിലാണെന്ന് കണ്ടെത്തുകയും ആ പാവാവസ്ഥ നമ്മുടെ വാക്കില്, നമ്മുടെ ചിന്തയില്, നമ്മുടെ വിചാരങ്ങളില്, വികാരങ്ങളില്, താല്പര്യങ്ങളില്, മോഹങ്ങളില്, നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ ഒരാഴ്ച വചനവിസ്മയം നമ്മെ സഹായിക്കട്ടെ. ഈ ഒരാഴ്ച വായിച്ചു പോകുന്ന ദൈവവചനം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ ഉള്ളിൽ വലിയ പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. ആദ്യ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന സാത്താൻ്റെ ഭരണത്തിന് കീഴിലായപ്പെട്ട, അവിടുത്തെ ആധിപത്യത്തിലായിപ്പോയ, അവിടുത്തെ അടിമത്തത്തിലായിപ്പോയ മനുഷ്യവംശത്തിൻ്റെ ആ പാവാവസ്ഥ നമ്മളിലെ ഉള്ളിലുമുണ്ട്, നമ്മളിലുമുണ്ട്. നമ്മുടെ ജോഷത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുടുംബത്തിലും അതുണ്ട്. ആ പാവാവസ്ഥ നമ്മളെ എല്ലാം തെറ്റ് ചെയ്യാൻ, പാപം ചെയ്യാനായിട്ട് നാം പോലും അറിയാതെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് വലിയൊരു തുറന്ന പരിശോധനയാണ് ഈ ഒരാഴ്ച നമ്മെ തന്നെ, നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും തുറന്നു പരിശോധിച്ചാൽ നമ്മൾ എത്രമാത്രം പാവാവസ്ഥയിലാണ് എന്ന് കണ്ടെത്താം. എന്തൊക്കെയാണ് നമ്മളെ അടിമപ്പെടുത്തിയിട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. നമുക്ക് സമ്മാനമായി തന്ന പേനയാവാം, അല്ലെ, ചിലപ്പോൾ കൊന്തയാവാം. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എത്ര കൊന്തയുണ്ട് നമ്മുടെ കയ്യിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ജപമാലയുണ്ട് നമ്മുടെ കയ്യിൽ? ചിലപ്പോൾ 10, 15, 20, 25, 30, 40, 50, 100 ഒക്കെ കാണും. ഇനിയും നമ്മൾ പുതിയത് കിട്ടിയാൽ മേടിച്ചു വെക്കും. പക്ഷെ ഇത് ആർക്കും കൊടുക്കുകയില്ല. അത് അടിമത്തമാണ്. എന്താണ്? ഒരു ജപമാല മതി ആകെ ചെല്ലാൻ. അതുകൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ജപമാല മതി. പക്ഷെ ഇതെല്ലാം നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി വെക്കുകയാണ്. മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ നിങ്ങൾക്കൊരു കൊന്ത തന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കുരിശ് തന്നെന്ന് വിചാരിക്കുക, ഒരു ബൈബിള് തന്നെന്ന് വിചാരിക്കുക. അത് കളയാതെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയാൽ, ആരെങ്കിലും ഒത്ത തൊട്ടാൽ നമ്മുടെ സ്വഭാവം മാറും. നമുക്ക് ദേഷ്യം വരും, നമുക്ക് അരിശം വരും, നമ്മൾ അസ്വസ്ഥമാകും. കാരണം ആ വസ്തു നമ്മെ പരാജയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വിധത്തിലുള്ള വലിയ തിരിച്ചറിവിലേക്ക് കടന്നു പോകാൻ എത്രമാത്രം ഡ്രസ്സ് നമുക്കുണ്ട്, എത്രമാത്രം വസ്തുവകകൾ നമുക്കുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ട്, എന്തൊക്കെ നമ്മളെ പരാജയപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ചിലരെ സംബന്ധിച്ച് തക്കാളി, ചിലരെ സംബന്ധിച്ച് ഗ്യാസ് കയറുന്ന വസ്തുക്കൾ, അല്ലെ, ഭക്ഷണ സാധനം, ചിലരെ സംബന്ധിച്ച് ഉരുളക്കിഴങ്ങ് കറി കൂട്ടിയാൽ ഗ്യാസ് കയറും. ചിലരെ സംബന്ധിച്ച് ഉരുളക്കിഴങ്ങ് കണ്ടാൽ തന്നെ ഗ്യാസ് കയറും. ചിലരെ സംബന്ധിച്ച് ഉരുളക്കിഴങ്ങ് കേട്ടാൽ മതി അപ്പോഴേ ഗ്യാസ് കയറും. അത് എന്നെ എത്രമാത്രം അടിമപ്പെടുത്തുന്നുണ്ട് എന്നത് നമ്മളെ പരാജിതരാക്കുകയാണ്. ചിലരെ സംബന്ധിച്ച് ചില ജീവജാലങ്ങൾ, പാറ്റയെ കണ്ട, പല്ലിയെ കണ്ട, പഴുതാരയെ കണ്ട ഭയങ്കര പേടിയാണ്. എൻ്റെ ഭാര്യ പട്ടിന്ന് കേട്ടാൽ അപ്പം വീണ്ടും അത് കയറും, അല്ലെ. അത് നമ്മൾ അത്രമാത്രം പരാജിതമാക്കുകയാണ്, നമ്മെ തോൽപ്പിക്കുകയാണ്. അപ്പം സാഹചര്യം അനുകൂലമാകുമ്പോഴാണ് ഇത് പ്രവർത്തനക്ഷമമാകുക എന്നുള്ളത്. നമ്മൾ എന്തൊക്കെ വസ്തുവകകളും ഏതൊക്കെ വ്യക്തികളും
എന്തൊക്കെ നമ്മളെ പരാജയപ്പെടുത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുക വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക്, നമ്മെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ചിന്തകളെ, നമ്മളെ വിചാരങ്ങളെ എല്ലാം ഉയർത്തിക്കൊണ്ട്, ദൈവമേ ഞാൻ പാപിയാണ്, പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ദുർഭകനായ മനുഷ്യനാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡീക മനുഷ്യനാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ദൈവമേ, സാത്താൻ്റെ ഭരണത്തിന് കീഴിലായിപ്പോയ, അടിമത്തത്തിൽ അകപ്പെട്ടു പോയ, അവിടുത്തെ ആധിപത്യത്തിലായ എൻ്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ നൽകുന്നു. അത് എത്രമാത്രം ആഴമുള്ളതാണെന്ന് കണ്ടെത്താൻ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാൻ, എന്നെ തന്നെ തുറന്നു കാണാൻ, പൗലോസ് അപ്പോസ്തലനെ പോലെ ഞാനും പാപികളിൽ ഒന്നാമനാണെന്ന് കണ്ടെത്തുന്നതിന്, മനസ്സിലാക്കുന്നതിനുള്ള വലിയ കൃപാവരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാം ഒന്ന് ചേർന്ന് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങൾ പാപികളിൽ ഒന്നാമനാണെന്ന് കണ്ടെത്താനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, ഞാൻ ദുർഭകനായ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണെന്നും ഞാൻ പാപത്തോടെയാണ് പിറന്നു വീണതെന്നും, ഞാൻ ജഡിക മനുഷ്യനാണെന്നും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നും എന്നെ തുറന്ന് പരിശോധിച്ച് കണ്ടെത്താനുള്ള വലിയ കൃപാവരം, ഓ സ്നേഹനിധിയായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ ആഴ്ച നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിനായിട്ടുള്ള വലിയ കൃപാവരം അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.